ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ ഓസ്ട്രേലിയൻ ഓസ്കി ട്രെയിനിങ്ങും ന്യൂസിലൻഡ് ഓസ്കി ട്രെയിനിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ചില കുട്ടികളിപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, സാറിൻ്റെ ഓസ്ട്രേലിയൻ ഓസ്കിയുടെ വീഡിയോസ് ഞാനിപ്പോൾ കാണുന്നുണ്ട്. അപ്പം ഓസ്ട്രേലിയൻ ഓസ്കിയുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് ഞാൻ ഈ എക്സാം അപ്പിയർ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പല കുട്ടികളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫാക്റ്റ് ഫൈൻഡിങ് ആണെന്ന് പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ ഓസ്കിയുടെ രീതികളും ന്യൂസിലൻഡ് ഓസ്കിയുടെ രീതിയും രണ്ടും രണ്ട് അപ്രോച്ചാണ്. അപ്പം ആദ്യകാലത്ത് ഞാനും ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഓസ്ട്രേലിയൻ ഓസ്കിയുടെ കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. കുറച്ച് സിമിലാരിറ്റി ഉണ്ടെങ്കിലും നമുക്ക് എക്സാക്ട്ലി അങ്ങനെയല്ല പോകുന്നത്. അതായത് നിങ്ങളിപ്പം ഓസ്ട്രേലിയൻ ഓസ്കിയുടെ രീതി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലൻഡ് ഓസ്കി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയിക്കുക ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ ഈ സ്റ്റുഡൻസിനോടൊക്കെ അഡ്വൈസ് ചെയ്യുന്നത്, എൻ്റെ ഓസ്ട്രേലിയൻ ഓസ്കി വീഡിയോസ് ഒരു റെഫറൻസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. കാരണം ഞാനൊരു സീരീസ് ഓഫ് ന്യൂസിലൻഡ് ഓസ്കി വീഡിയോസ് ഇടാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട്. അപ്പം ന്യൂസിലൻഡ് ഓസ്കി വീഡിയോസ് അറ്റ് ദ മൊമെൻറ്റ് ഓസ്ട്രേലിയൻ ഓസ്കിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മെൻ്റൽ സ്റ്റാറ്റസ് അസസ്മെൻറ്റ് ന്യൂസിലൻഡ് ഓസ്കിയും ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയൻ ഓസ്കിയും ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയൻ ഓസ്കി ചെയ്യുമ്പോഴത്തേക്കും അവിടെ ചെല്ലുന്ന സെറ്റപ്പിൽ അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പം ഒരു പേഷ്യൻ്റ് ചിലപ്പോൾ ഒരു ഫാമിലി മെമ്പറുടെ കൂടെയൊക്കെ ആയിട്ട് ഒരു ബിസയറായിട്ട് ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ ഈ ബിസയറായിട്ട് ബിഹേവ് ചെയ്യുന്ന ഈ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിങ്ങൾ ചെന്ന് അപ്രോച്ച് ചെയ്തിട്ട് ആ പേഷ്യൻറ്റിന് ഒരു മെൻ്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് അസസ്മെൻറ്റ് ടൂൾ വെച്ചിട്ട് അവനെ മെൻ്റൽ സ്റ്റാറ്റസ് അസസ്മെൻറ്റ് നടത്തിയിട്ട്, അപ്പം കുറേ ക്രൈറ്റീരിയ ഉണ്ട് ആ ടൂളിൻ്റെ അകത്ത്. അവർ തന്നെ ടൂൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ടൂൾ വെച്ച് റിലീസ് ചെയ്തിട്ട് അപ്പോൾ അത് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനുണ്ട്. അപ്പോൾ അവൻ കുറച്ച് ബിസയറായിട്ടൊക്കെ ബിഹേവ് ചെയ്യും. അപ്പോൾ കുറേ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനുണ്ട്. അങ്ങനെ പറഞ്ഞ് ഒബ്സർവ് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മെൻ്റൽ അസസ്മെൻറ്റ് ടൂൾ നിങ്ങൾ ഫിനിഷ് ചെയ്തിട്ട് ആ ടൂൾ കംപ്ലീറ്റ് ഫില്ലപ്പ് ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ്, അതായത് എസ്കലേഷൻ, നമുക്ക് പേഷ്യൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും പറഞ്ഞ് അവരെ ഓക്കെ ആക്കിയിട്ട് നമുക്ക് ഇറങ്ങി പോരാം. ഈ രീതിയിലാണ് ഓസ്ട്രേലിയൻ ഓസ്കിക്കകത്തുള്ള മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നടക്കുന്നത്. പക്ഷേ ന്യൂസിലൻഡിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. ന്യൂസിലൻഡിൽ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നടക്കുന്നത്, പേഷ്യൻ്റെ അടുത്തേക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും പേഷ്യൻ്റ് മെൻ്റൽ സ്റ്റാറ്റസ് അസസ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ അവൻ കുറച്ച് ബിസയറായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നു. ആ ബിസയറായിട്ട് ബിഹേവ് ചെയ്യുന്ന അവൻ്റെ കുറേ ഡിമാൻഡ്സൊക്കെ നമ്മൾ മീറ്റ് ചെയ്യുക ചെയ്യുന്നത്. അത് വേറൊരു രീതിയിലാണ് പോകുന്നത്. അപ്പം നിങ്ങൾ ഈ ഓസ്ട്രേലിയൻ ഓസ്കിക്കകത്ത് സ്റ്റേഷൻ ചെയ്തിട്ട് അതേ രീതിയിൽ തന്നെ ന്യൂസിലൻഡ് ഓസ്കി നമുക്ക് പഠിച്ചിട്ട് പോകാൻ പറഞ്ഞാൽ വിജയിക്കത്തില്ല അറ്റ് മൊമെൻറ്റ്. അപ്പം ഞാനിതൊരു കറക്ഷനായിട്ടൊന്ന് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. കാരണം വെച്ചാൽ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റീസെൻ്റ്ലി എൻ്റെ ഓസ്ട്രേലിയൻ ഓസ്കി ക്ലാസ്സിൻ്റെ അകത്തേക്ക് ഒരു കുട്ടി വന്നായിരുന്നു. എനിക്ക് കുറേ കുട്ടികളുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഫേസ് ടു ഫേസ് ലാബ്, അപ്പം ഫേസ് ടു ഫേസ് ഞാൻ ലാബ് കോട്ടയത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി വന്നു. ആ കുട്ടി വന്നിട്ട് അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടി പിന്നെ കണ്ടത് വേറൊരു ട്രെയിനിങ് സെൻറ്ററിലെ ട്രെയിനറായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ ട്രെയിനറായിട്ട് ഞാൻ കണ്ട ഈ ഓസ്ട്രേലിയൻ ഓസ്കി പഠിച്ചിട്ട് അവിടെ പോയിട്ട് ഈ ന്യൂസിലൻഡ് ഓസ്കി പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുവാണോ ആ പിള്ളേരുടെ അവസ്ഥ എന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കുമായിരുന്നു. കാരണം ഇത് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഓസ്ട്രേലിയൻ ഓസ്കി രീതിയിൽ ന്യൂസിലൻഡ് ഓസ്കി വിജയിക്കാൻ പറ്റത്തില്ല. ന്യൂസിലൻഡ് ഓസ്കിക്ക് വേറൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു നല്ല അറിവുള്ള ധാരണയുള്ള ട്രെയിനിങ് എടുത്ത് നിങ്ങൾ പോയി അപ്രോച്ച് ചെയ്യുവാൻ നിങ്ങൾക്ക് സുഖമായിട്ട് ജയിക്കാം. പിന്നെയും ഞാൻ എല്ലാവരോടും പറയുന്നത്, എൻ്റെ ഓസ്ട്രേലിയൻ ഓസ്കി വീഡിയോ കണ്ടിട്ട് അതേപടി ന്യൂസിലൻഡ് ഓസ്കി പോയി ചെയ്യാൻ പോകരുത്. അതിനകത്ത് കുറച്ച് സിമിലാരിറ്റി ഉണ്ട്, പക്ഷേ നിങ്ങളുടെ അപ്രോച്ച് അവിടെ ഡിഫറൻ്റ് ആണ് ന്യൂസിലൻഡ് ഓസ്കിക്കകത്ത്. കാരണം പേഷ്യൻ്റ് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ സനാരിയോ ഡിസ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾക്ക് അവർ ചെയ്യും. അതിൻ്റെ ബാക്കി നിങ്ങളെടുത്ത് ചെയ്താൽ മതി. ചെയ്ത കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങളവിടെ വായിച്ച് നോക്കണം. ഇനി ഇപ്രാവശ്യം വന്നതല്ല അടുത്ത പ്രാവശ്യം വരുന്നത്, അതല്ല അതിൻ്റെ അടുത്ത പ്രാവശ്യം പിന്നെ കംപ്ലീറ്റ്ലി ബിസയറായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതിൻ്റെ അകത്തിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഇവർ പറയുന്നത് റെഗുലേറ്ററി ഓസ്കി എന്നാണ് പറയുന്നത്. ഓസ്ട്രേലിയയും ന്യൂസിലൻഡും റെഗുലേറ്ററി ഓസ്കിയാണ്. റെഗുലേറ്ററി ഓസ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ആക്ച്വൽ ക്ലിനിക്കൽ സെനാരിയോസ് നിങ്ങൾക്ക് ക്ലിനിക്കലിൽ അവർ ക്രിയേറ്റ് ചെയ്ത് തരും. അതായത് ലാബിൽ അവർ ക്രിയേറ്റ് ചെയ്ത് തരും. ആക്ച്വലി നടക്കുന്ന സമയത്ത് പേഷ്യൻ്റ് അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നു, അതല്ലെങ്കിൽ പേഷ്യൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഹൈഡ് ചെയ്തിരിക്കുന്നു, അതിവിടെ കാണത്തില്ല, നിങ്ങൾ തപ്പി നടത്തി കണ്ടുപിടിക്കണം. ഇങ്ങനെയുള്ള നോൺസെൻസ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ ഓസ്ട്രേലിയയിലും തരുന്നുണ്ട്, ന്യൂസിലൻഡും തരുന്നുണ്ട്. അതേസമയം UK-ക്കകത്ത് ചെക്ക് ലിസ്റ്റ് മാർക്കിംഗ് റേറ്റിൽ വെച്ചിട്ട് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരേ രീതിയിൽ പേഷ്യൻ്റ് പോകത്തുള്ളൂ. എന്ന് വെച്ചാൽ ആക്ടേഴ്സ് ഒരേ രീതിയിൽ ആക്ട് ചെയ്ത് അങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പ്രീ പ്ലാൻ ചെയ്തിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ടോട്ടലി ഡിഫറൻറ്റ് അപ്രോച്ചാണ്. ഇപ്പോൾ ഈ അയർലൻഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന് പറയും, നീ അത് ചെയ്ത് കാണിക്കും, നീ ഇത് ചെയ്ത് കാണിക്കും. ഇപ്പോൾ എക്സാമ്പിൾ, നീ BP എടുത്ത് കാണിക്കുക, അല്ലെങ്കിൽ നീ ടെമ്പറേച്ചർ എടുത്ത് കാണിക്കുക, നീ ടെമ്പറേച്ചർ വൈപ്പ് ചെയ്ത് കാണിക്കുക, ഇങ്ങനെയൊക്കെ പറയുക ചെയ്യുന്നത്. അപ്പോൾ അവർ എക്സാമിൻ്റെ പറയും, നമ്മൾ ചെയ്യുക. അപ്പം ഇതൊക്കെ ടോട്ടലി ഡിഫറൻറ്റ് അപ്രോച്ചാണ്. ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയുള്ള ഒരു ട്രെയിനിൻ്റെ അടുത്ത് പോയി നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. അല്ലാതെ
നിങ്ങൾ ബഡ്ഡിയായിട്ടോ പെയറായിട്ടോ എവിടെയെങ്കിലും പോയി ഫേസ് ടു ഫേസ് ചെയ്തിട്ടും കാര്യമില്ല, ഓൺലൈൻ ചെയ്തിട്ടും കാര്യമില്ല, വിജയിക്കത്തില്ല. 2-3 പ്രാവശ്യമൊക്കെ ഫെയിൽഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ എന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, സാറേ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഇതിൻ്റെ അകത്ത് എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ന്യൂസിലൻഡിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടായിട്ട് സ്വന്തമായിട്ട് അവിടെ ചിന്തിക്കുക. സ്റ്റേഷൻ്റെ അകത്ത് കയറി ചെന്നതിന് ശേഷം ഒരു 10 സെക്കൻഡ് സമയം എടുത്തുകൂടി എന്താ സംഭവിക്കും നോക്കുക. നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. ഓസ്ട്രേലിയൻ വേയിൽ അതേ രീതിയിലല്ല ഇപ്പം ന്യൂസിലൻഡ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷേ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള വേയിലാണ് ചെയ്യുന്നത്. സിമിലാരിറ്റീസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കാരണം 2 റെഗുലേറ്ററി ഓസ്കിയാണ് ആക്ച്വൽ സെനാരിയോ അവർ റീക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സിമിലാരിറ്റി ഉണ്ട്, പക്ഷേ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ന്യൂസിലൻഡ് വിജയിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് ന്യൂസിലൻഡ് ഓസ്കിയുടെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫെയിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് ഞാൻ. ഫെയിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഞാൻ ഈ 3 ഓസ്കിയിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 100% സക്സസ് റേറ്റ് വിജയിക്കുന്നുണ്ട്. എന്നെ ഒന്ന് അപ്രോച്ച് ചെയ്യുക. എൻ്റെ ഫസ്റ്റ് ക്ലാസ് ടെസ്റ്റ് ക്ലാസ്സാണ്, നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ മതി, കണ്ടിന്യൂ ചെയ്യേണ്ടത് കണ്ടിന്യൂ ചെയ്യാൻ ഇൻട്രസ്റ്റിലെ കണ്ടിന്യൂ ചെയ്യുകയും വേണ്ട. അപ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ടെസ്റ്റ് ട്രെയിനിങ് സപ്പോർട്ടോ അതല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തുവാണ് ഒരു 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 കൺസൾട്ടേഷൻ സപ്പോർട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ആക്ച്വലായിട്ട് എക്സാം എഴുതുന്ന ആൾക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ സപ്പോർട്ട് ഞാൻ തൽക്കാലം ഇപ്പോൾ കൊടുക്കുന്നില്ല, അത് ഞാൻ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പം ഫർദർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ട് ഞാനിത് ദിവസം വരുന്നതായിരിക്കും. സോ താങ്ക് യു വെരി മച്ച്.